എവ്രിവൺ, വിച്ചസ് ഡേനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോവുകയാണ്. ഞങ്ങൾ കാറിൽ അച്ഛനും അമ്മയും ഞാനും അനിയനും ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. സമയം ഒരു 5:45 ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇറങ്ങിയ ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കാറി കയറിയിരുന്നു കേട്ടോ. കാറി കയറുന്നപ്പോൾ അതാ ഒരു 10-50 ലക്കി ഡ്രോൻ്റെ കൂപ്പൺസ് ഇരിക്കുന്നു. എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടിയിട്ട് പോയി. അപ്പോൾ നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റായി. കാരണം ശോഭാ മോളിൻ്റെ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു, ഭയങ്കര ബ്ലോക്ക് കേട്ടോ. അതിൻ്റെ ഇടയിൽ ബസ്സുകാരാണെങ്കിൽ ഇടയിൽ കൂടെ കുത്തി കയറ്റി അങ്ങോട്ട് പോകണു ഇങ്ങോട്ട് പോകണു. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഇവിടെ എത്തി. ഒരു 7:30-7:45 ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി. ടിക്കറ്റിന് ഒരാൾക്ക് വരുന്ന 40 രൂപ കേട്ടോ. ഈ ഒരു മെയ് മന്ത് ലാസ്റ്റ് വരെ എക്സിബിഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ എല്ലാ കൊല്ലം എക്സിബിഷൻ പോകുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുക ഒരു ബെഡ്ഷീറ്റിൻ്റെ കടയാട്ടോ. ആസ് യൂഷ്വൽ ഇന്നും അത് തന്നെയാണ്. കുറേ ടൈപ്പ് നല്ല കോട്ടൻ്റെയും അങ്ങനെ കുറേ ബെഡ്ഷീറ്റ് ഓഫേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഞാനിവിടെ ജസ്റ്റ് ഉള്ളത് എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. പിന്നെ ഒരു ഫർണിച്ചറിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ആയിട്ട് കണ്ടത് ഇങ്ങനെ കുറേ കുപ്പി ഗ്ലാസ്സുകളും പിന്നെ നമ്മുടെ ഗ്ലാസ് പ്ലേറ്റുകളുണ്ടല്ലോ, അതൊക്കെ ഉള്ളൊരു ഷോപ്പാട്ടോ. കുറേ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പല ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പോലത്തെ കുറേ ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് പോയപ്പോൾ ഇതാ നൈറ്റ് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. കുറേ അത് ഞാൻ കുറേ നോക്കി, പക്ഷെ നൈലടിക്കാന്നൊരു ഡൗട്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട് വാങ്ങിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ച് വേണ്ട. അവിടെ തന്നെ കുറേ ജീൻസിൻ്റെ ടോപ്പും കുർത്തകളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു ബാഗിൻ്റെ കട ഉണ്ടായിരുന്നു. അവിടെ നമ്മൊരു ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു ചെരുപ്പിൻ്റെ കടയായിട്ടുള്ളത്. ഇത് പുറത്ത് മാത്രം തൂക്കിയിട്ടുള്ള ചെരുപ്പുകളാണ്. ഇതേപോലെ തന്നെ ഉള്ളിലും ഇങ്ങനെ കുറേ ചെരുപ്പുകളുണ്ട് കേട്ടോ. നല്ല ഷൂ മോഡൽ ചെരുപ്പുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ അതിനൊരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 550 രൂപയാണ് വന്നത്. നമ്മൾ ഫൈനൽ റേറ്റ് 500 ആയിട്ടാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മിഠായിക്കടയാണ്. നമ്മളെല്ലാ കൊല്ലവും വന്നാൽ ഇവിടെ നിന്ന് കുറച്ച് മിഠായികൾ വാങ്ങാറുണ്ട് കേട്ടോ. പഴയകാല മിഠായികൾ നമ്മൾ കണ്ടതും കാണാത്തതായ കുറേ ടൈപ്പ് മിഠായികളുണ്ട്. അമ്മ ഇത് കുറച്ച് വാങ്ങിയിട്ടോ. അമ്മ ഇങ്ങനെ പഴയകാല മിഠായികളുടെ വലിയൊരു ഫാനാണ്. ഞാൻ ഈ ഒരു സ്റ്റിക്ക് വാങ്ങിയിട്ട് എൻ്റെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ അതൊരു കണ്ടീഷണർ മീൻസ് ഈ എയർ കൂളറൊക്കെ പോലത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഷോപ്പിൽ കുറേ കീ ചെയിൻസ് പിന്നെ കുഞ്ഞുങ്ങളുടെ കുറേ ഇങ്ങനത്തെ പൗച്ചുകളും വാട്ടർ ബോട്ടിൽ സ്റ്റിക്കേഴ്സ് പെൻസിൽ റേസറൊക്കെ ഉള്ളൊരു കടയാണ്. അടുത്ത കടയിൽ കുറേ കുർത്താ സെറ്റുകളുണ്ടായിരുന്നു. നല്ല നല്ല കുർത്താ സെറ്റുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ അതൊരു സാമ്പ്രാണി കട. അതിൻ്റെ അടുത്ത് തന്നെ ഈ ദാഹശമി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റിയ ടേബിൾ ഷീറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അടുത്ത കടയിൽ കുറേ കുക്കുംബർ ജെല്ല് അലോവേറ ഷാമ്പൂ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കത്തികളുണ്ടായിരുന്നു. നെക്സ്റ്റ് ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ കുറേ ഫ്ലവേഴ്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ സീഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് തുരുമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരാണ്ടിരിക്കാനുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു. ഇത് ഹൽവയുടെ കട കേട്ടോ. പല ടൈപ്പ് ഹൽവ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളൊരു ബ്ലാക്ക് ഹൽവ വാങ്ങി. ഇത് പീരിയഡ് ക്രാംസ് അങ്ങനെയൊക്കെ വരുമ്പോൾ വെക്കണ സംഭവം കേട്ടോ. പക്ഷേ ഞാനത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല. അടുത്ത കടയിൽ കുറേ പപ്പടങ്ങളും പിന്നെ വറക്കാന ടൈപ്പ് ഈ ഫ്രെയിംസ് അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ അവിടെ. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആട്ടോ. നെക്സ്റ്റ് ഷോപ്പിൽ ഇങ്ങനെ കുറേ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പിന്നെ കുറേ ആപ്രിക്കോട്ട്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറേ മുണ്ടുകളിലൊക്കെ ഒരു കടയുണ്ടായിരുന്നു. പിന്നെ അത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളാട്ടോ. പിന്നെ പനങ്കരിമ്പട്ട എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് സംഭവം കണ്ടു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് പോയപ്പോൾ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു കേട്ടോ. കുറേ നാളായി ഞാൻ ബുക്കൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കുറേ നോക്കി. ലാസ്റ്റ് ഈ ഹോജോ ബോർഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. നമ്മുടെ റാം കെയർ ഓഫ് ആൻഡ് ഒക്കെ ഏരിയ ആളുണ്ടല്ലോ, ആൾ തന്നെ ഒരു ബുക്കാണ്. അപ്പോൾ നല്ലതാവും വിചാരിച്ചിട്ട് ഞാൻ അത് മാത്രം വാങ്ങി. അമ്മ ഇവിടെ വന്ന അപ്പം തന്നെ പറയണ്ട കേട്ടോ, പുട്ട് വാങ്ങണം. എല്ലാ കൊല്ലം ഇങ്ങനത്തെ ഒരു പുട്ടിൻ്റെ സ്റ്റോൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവിടെ കയറി അമ്മ പൊട്ട് വാങ്ങി. ഏതെടുത്താലും 20 രൂപയായിരുന്നു കേട്ടോ. നെക്സ്റ്റും ഇങ്ങനത്തെ കുറേ കുപ്പി ഗ്ലാസ്സുകളുടെ കട കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും അയച്ചു തുടങ്ങുമല്ലോ. അപ്പോൾ കുലുക്കി സർബത്തിൻ്റെ ഒരു കട കണ്ടു. അങ്ങനെ ഞങ്ങൾ 4 പേരും ഓരോ സർബത്ത് വെച്ച് വാങ്ങിയിട്ടോ. ഞാൻ വാങ്ങിയത് ബൊച്ച് കുലുക്കിയാണ്. പിന്നെ അമ്മ എന്തോ ബ്ലൂബെറിയോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങി. പിന്നെ ഗ്രീൻ ആപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ബൂസ്റ്റിൻ്റെ ആ പാലിൻ്റെ ഉള്ളിൽ പാടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പാടുള്ളത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ബാക്കി എന്തെങ്കിലും അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ അടുത്തതും കുറേ പെൻസിലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത കട എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റഡ് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതെന്ത് കടയാണ് മനസ്സിലായില്ലേ. അടുത്ത കടയിലും ഇങ്ങനെ കുറേ നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത കടയിൽ ഇത് മൗത്ത് ഫ്രഷ്നേഴ്സ് ആട്ടോ. എയർ ഫ്രഷ്നർ എന്ന് പറയാൻ വേണ്ടി പെട്ടെന്ന് ഇത് മൗത്ത് ഫ്രഷ്നേഴ്സ് ആണ്. അപ്പം 100 രൂപയ്ക്ക് എല്ലാം കൂടിയുള്ള ഒരു മിക്സ് കിട്ടുമായിരുന്നു. ഞങ്ങളത് വാങ്ങിയിട്ടോ. കാരണം നല്ലതാണല്ലോ മൗത്ത് ഫ്രഷ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വളകളുടെ ഒരു കട ഉണ്ടായിരുന്നു. ഇതെല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട് കേട്ടോ. വളകൾ കുറേ ടൈപ്പ് വളകളുണ്ട്. പക്ഷേ അതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഇത് അച്ചാറിൻ്റെ കടയാട്ടോ. ഞങ്ങൾ എല്ലാ കൊല്ലം വന്നിട്ട് അച്ചാർ വാങ്ങാറുണ്ട്. പക്ഷേ ഇതിന് ഭയങ്കര ഉപ്പാട്ടോ. ഇത് കുറേ നാളും പ്രിസർവായിട്ട് ഇരിക്കാൻ വേണ്ടതുകൊണ്ട് നല്ല ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിയില്ല. പിന്നെ ഈ ഒരു ജാഗ്രി പൗഡർ വാങ്ങിയിട്ടോ. നമ്മൾ ഈ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര മാറ്റിയിട്ട് ഇനി ഇതാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.
പിന്നെ ഇതേപോലെ ഫ്രെയിംസും അങ്ങനത്തെ ഒക്കെ ഒരു കടയുണ്ട്. ഇത് പൂക്കടയായിട്ട്, പൂക്കട മീൻസ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്, ഡെക്കറേഷന് വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ വാങ്ങി വെക്കാൻ പറ്റും. നെക്സ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ അത്തറുകളും മോദുകളൊക്കെ ഉള്ള ഷോപ്പാണ്. അപ്പോൾ അച്ഛൻ ജവാദ് എന്ന് പറഞ്ഞിട്ടൊരു അത്തർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അതവിടെ നിന്ന് വാങ്ങിയിട്ടു നമ്മൾ. പിന്നെ ഇങ്ങനെ പോണ വഴിക്ക് വീണ്ടും കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതും ഒരു അച്ചാറിൻ്റെ കടയാട്ടോ. ഈ അച്ചാറിൻ്റെ കടയിൽ നമ്മൾ കാന്താരി മുളകാ തോന്നുന്നു, അതും പിന്നെ മാങ്ങയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാന്താരി മുളക് വാങ്ങിയിട്ട് അപ്പുറത്ത് കോളിഫ്ലവറിൻ്റെ ഒക്കെ മസാല ഉള്ള കടയുണ്ടായിരുന്നു. കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്, അതൊന്നും ഓരോരുത്തർ പോകുമ്പോൾ ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോപ്കോണിൻ്റെ കട ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്ഥലത്ത് ഇത് നമ്മുടെ ഈ മറൈൻ വേൾഡിലുള്ള ചാവക്കാട്, അതിൻ്റെ ഉള്ളിൽ കുറേ ഫിഷസും കാര്യങ്ങളൊക്കെ തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പേര് കയറിണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറൈൻ വേൾഡിലൊക്കെ പണ്ട് പോയിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല കേട്ടോ. പിന്നെ പുറത്തെത്തി കഴിഞ്ഞാൽ കുറേ ഇങ്ങനത്തെ നമ്മുടെ വഞ്ചി, ആകാശഊഞ്ഞാൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ഇതിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കയറിയാലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായി. അങ്ങനെ നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ കുറച്ച് കോളിഫ്ലവറും പിന്നെ അതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ കൂടി വാങ്ങിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അപ്പുറത്തെത്തിയപ്പോൾ ഇതായി കളിക്കാൻ സ്ഥലമുണ്ടല്ലോ, എത്രയോ 6 വട്ടം എറിയാൻ 50 രൂപ അങ്ങനെ എന്താണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടും അതിൽ വീഴാണെങ്കിൽ. കളിച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അവിടെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ ഇതിനെന്താ പറയുക, ആകാശവഞ്ചി എന്നാണ്, എന്തോ വഞ്ചി, അതെന്തോ ഉയർത്തിക്കാൻ പറക്കണം നോക്കുക ഗൈസ്. അപ്പം പിന്നെ അപ്പുറത്ത് പോയപ്പോൾ സ്വീറ്റ് കോൺ കണ്ടു. അപ്പം ഞാൻ മസാല സ്വീറ്റ് കോൺ ആട്ടോ വാങ്ങിയത്. ആദ്യം നോർമൽ വാങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ മസാല ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ അത് വാങ്ങി. ഇതിനൊരു കപ്പിന് 50 റുപ്പീസോ അങ്ങനെ എന്താണ് വന്നിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞാൻ കഴിക്കുന്നുണ്ടപ്പോൾ അനിയന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും കഴിച്ചു നോക്കി, അവനും ഇഷ്ടമായിട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങാനാണ് ഏറ്റവും തിരക്ക്. എല്ലാവരും കൂടി തിക്കി തിരകിയൊക്കെ പുറത്തോട്ടെത്തണം. നമുക്ക് പുറത്തോട്ടെത്താൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റൊക്കെ നടക്കാനുണ്ട്. അങ്ങനെ ഇതാ എല്ലാ പരിപാടികളും കണ്ടേ നമ്മൾ പുറത്തോട്ടെത്തി. പക്ഷെ പുറത്തോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് കുറേ കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കുറേ സ്റ്റോളുകളുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു ആനയുടെ വെയിറ്റ് ഗസ് ചെയ്ത് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഗസ് ചെയ്യാൻ എന്തോ പ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗസ് ചെയ്തിട്ട് ഏറ്റവും കേട്ടോ, പക്ഷെ കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. അവിടെ സ്റ്റേജിൽ എന്തോ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തൊട്ടപ്പുറത്ത് ജുറാസിക് ജംഗിൾ എന്ന് പറഞ്ഞൊരു പരിപാടി കാണാൻ കയറിയിട്ടോ. ഇതിൽ ഫുള്ളായിട്ട് ആ ഒരു ആനിമേറ്റഡ് വീഡിയോ കാണിക്കും, 3D മോഡലോ അങ്ങനെ എന്തോ അങ്ങനെയാണ് കേട്ടോ. അപ്പം ചിലവർക്ക് തല കറങ്ങണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ ഒരു സംഭവം നമുക്ക് അവിടെ തറയിൽ ഇരുന്നിട്ട് കാണാൻ നിന്നോണ്ടൊന്നും ആട്ടോ. ഞങ്ങളൊക്കെ നിന്നോണ്ടാണ് കണ്ടത്. എനിക്ക് ഈ സംഭവം വളരെ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യത്തിനൊക്കെ ഇഷ്ടമായി. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, നല്ലൊരു അഡ്വഞ്ചറസ് മോഡൽ ഒരു സംഭവം. എനിക്ക് പക്ഷെ ഒന്നും കൂടി ഇഷ്ടം നമ്മൾ ആ ചെയറിൽ ഇരുന്നിട്ടുള്ള 3D മോഡൽ സംഭവമില്ല, അതാണ് ഒന്നുകൂടി ഇഷ്ടം. ഇതും കുഴപ്പമില്ല, എൻജോയ് ചെയ്യാം, അത്രമാത്രം. എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അതാ ഗുരുവായൂർ ദേവസ്ഥൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. മ്യൂസിയം മോഡൽ എന്തോ സംഭവം തോന്നുന്നു. പിന്നെ വേറെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഈ പോലീസുകാരും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോയത് തൃശ്ശൂരുള്ള അക്ഷയക്കാണ് കേട്ടോ. അപ്പം ഞാനൊരു അൽഫാമും പിന്നെ ബട്ടർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്തോ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്പെഷ്യൽ ചൈനീസ് ഫ്രൈഡ് ചിക്കനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതെത്താൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഓരോ മിനിലേമൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വ്ളോഗ്. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 11:30 ആയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക്